ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 28 വ്യാഴാഴ്ചയാണ്. ഇന്ത്യൻ മാർക്കറ്റുകൾ വലിയ പോസിറ്റിവിറ്റിയിലാണ്. അതുപോലെ തന്നെ US മാർക്കറ്റുകളും തുടർച്ചയായ 9ാമത്തെ ആഴ്ചയും നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് US മാർക്കറ്റുകൾ. ഇനി ഈ വർഷം വെറും 2 ട്രേഡിംഗ് ദിവസങ്ങൾ മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. ഇന്ന് മന്ത്ലി എക്സ്പയറി കൂടിയാണ്. നിഫ്റ്റിയിൽ ഇന്നൊരു 60 മുതൽ 70 പോയിന്റ്സിന്റെ ഒക്കെ ഗ്യാപ്പ് അപ്പ് നമുക്ക് ഇപ്പോഴത്തെ നിലവെച്ച് പ്രതീക്ഷിക്കാം. ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ആദ്യം മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിലേക്ക്. ഡിസംബർ 27 RBI പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിലെ GNPA അനുപാതം കുറയുന്നു. ആ വാർത്തയിലേക്കാണ്. 2023 സെപ്റ്റംബർ അവസാനത്തോടെ GNPA അനുപാതം, അതായത് ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ അഡ്വാൻസസ്, 10 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 3.2%-ലെത്തി. 2018-19 സാമ്പത്തിക വർഷം മുതൽ ബാങ്കുകളുടെ ആസ്തി നിലവാരത്തിൽ തുടർച്ചയായ പുരോഗതി ഇത് കൊണ്ടുവരുന്നു. മികച്ച രീതിയിൽ തന്നെ വായ്പാ വീണ്ടെടുക്കലുകൾ ബാങ്കുകൾ ചെയ്യുന്നു എന്നതാണ് ഈ GNPA-യിലെ ഇടിവ് കാണിച്ചു തരുന്നത്. മാത്രമല്ല, ബാങ്കുകളുടെ ഏകീകൃത ബാലൻസ് ഷീറ്റ് 2023 സാമ്പത്തിക വർഷത്തിൽ 12.2% വർദ്ധിച്ചു. ഇത് 9 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. റീറ്റെയിൽ സേവന മേഖലകളിലേക്കുള്ള വർദ്ധിച്ചു വരുന്ന വായ്പയാണ് ഈ ശക്തമായ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. എന്തായാലും ബാങ്കിംഗ് സെക്ടറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. ഇന്ത്യയുടെ ഭവന വിൽപ്പന മൂല്യത്തിന്റെയും വോളിയത്തിന്റെയും കാര്യത്തിൽ റെക്കോർഡ് ഉയരത്തിലെത്തി. ഭവന വിലയിൽ ശരാശരി 14% വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് 2023 കുതിച്ചുയരുകയാണ്. ഇതിൽ തന്നെ മുൻനിരയിലുള്ള 7 നഗരങ്ങൾ നോക്കിയാൽ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ബാംഗ്ലൂരു, ഹൈദരാബാദ്, പൂനെ എന്നിവിടങ്ങളിൽ 4.74 ലക്ഷം യൂണിറ്റുകളുടെ റെക്കോർഡ് വിൽപ്പനയാണ് 2023 ഉണ്ടായത്. 30% വർധനവാണ് ഇവിടെ കണ്ടത്. പോസ്റ്റ് പാൻഡമിക്കിന് ശേഷമുള്ള വീട് വാങ്ങുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടായി. ലക്ഷറി, അൾട്രാ ലക്ഷറി പ്രോപ്പർട്ടീസിന്റെ സെയിൽസിലും വർധനവുണ്ട്. ഇനി 2024 വളർച്ച മന്ദഗതിയിലായിരിക്കും എന്ന് പറയുമ്പോഴും വിൽപ്പന സെയിൽസിനെ മറികടക്കും. വില 8 മുതൽ 10% ഉയരുകയും ചെയ്യും എന്ന് വിദഗ്ധർ പറയുന്നു. മൊത്തത്തിൽ അടുത്ത 25 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് വിപണി ഗണ്യമായി വളരും എന്ന് പ്രതീക്ഷിക്കുന്നു. 2022 $477 ബില്യൺ നിന്ന് 12 ഇരട്ടി വർദ്ധിച്ച് $5.8 ട്രില്യൺ എത്താൻ സാധ്യതയുണ്ട് എന്ന് നൈറ്റ് ഫ്രാങ്ക് റിപ്പോർട്ടിൽ പറയുന്നു. ഇനി ഈ വാർത്തയുടെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കമ്പനികൾ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ, ബിൽഡിംഗ് മെറ്റീരിയൽസ് വിതരണം ചെയ്യുന്ന കമ്പനികൾ, ഹോം ഫർണിഷിംഗ് കമ്പനികൾ, ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നിങ്ങനെയുള്ള ധാരാളം സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ മേഖലയിലുള്ള കമ്പനികളായ DLF, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ്, മാക്രോടെക് ഡെവലപ്പേഴ്സ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് എന്നീ കമ്പനികൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞ കമ്പനികളുടെ പേരൊന്നും റെക്കമെൻഡേഷൻ അല്ല എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. അടുത്ത വാർത്ത, എണ്ണവിലയിൽ ഈ സമീപകാലത്ത് വലിയ ഇടിവൊക്കെ കണ്ടിരുന്നു. എണ്ണവില വരുന്ന വർഷങ്ങളിൽ എത്തരത്തിലായിരിക്കും എന്ന് ബ്രോക്കേജ് ഹൗസ് MK വെൽത്ത് മാനേജ്മെന്റ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിലേക്കാണ്. കഴിഞ്ഞ ഒരു വർഷം എണ്ണവിലയിൽ കാര്യമായ ചാഞ്ചാട്ടമാണ് ഉണ്ടായത്. 2023 തുടക്കത്തിൽ വില ഇടിയുകയും പിന്നീട് ഈ വർഷം പകുതിയോടെ വില കുതിച്ചുയരുകയും വർഷാവസാനത്തോടെ വില ഇടിയുകയും ചെയ്തു. റഷ്യയുടെ എണ്ണ വിതരണവും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന മാന്ദ്യവും എണ്ണവിലയിൽ കഴിഞ്ഞ ഒരു മാസം റേഞ്ച് ബൗണ്ടിലാക്കാൻ കാരണമായി. US ഓയിൽ പ്രൊഡക്ഷൻ റെക്കോർഡ് ഉയരത്തിലെത്തിയതും വില കുറയാൻ ഒരു കാരണമായി. ഫ്യൂച്ചർ ഔട്ട്ലുക്കിനെ പറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പണപ്പെരുപ്പവും ഇന്ധനവിലയും ഉപഭോക്താക്കളെ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിലേക്ക് നയിച്ചേക്കാം. ഇത് ഹ്രസ്വകാല വിലയിടിവിന് കാരണവുമായേക്കാം. എന്നാൽ ഇന്ത്യയുടെയും ചൈനയുടെയും സാമ്പത്തിക വളർച്ച ലോങ് ടേമിലേക്ക് എണ്ണ ആവശ്യകത വർദ്ധിപ്പിച്ചേക്കാം എന്നും ഈ റിപ്പോർട്ട് പ്രകാരം അവർ പ്രതീക്ഷിക്കുന്നു. വരാനിരിക്കുന്ന OPEC മീറ്റിംഗ് വില സ്ഥിരത കൈവരിക്കാൻ ഉൽപ്പാദനം വെട്ടിക്കുറച്ചേക്കാം. ബ്രോക്കേജ് ഹൗസ് MK വെൽത്ത് മാനേജ്മെന്റ് ബ്രന്റ് ക്രൂഡ് അടുത്ത കാലയളവിൽ റേഞ്ച് ബൗണ്ടിൽ തന്നെ ആയിരിക്കും എന്നും പറയുന്നു. പ്രധാനപ്പെട്ട മാർക്കറ്റ് ന്യൂസുകളാണ് നോക്കിയത്. നിഫ്റ്റിയിലേക്ക്. തുടർച്ചയായ 7ാം ദിവസവും നിഫ്റ്റി പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഏഷ്യൻ ഗ്ലോബൽ മാർക്കറ്റുകളുടെ സപ്പോർട്ട് കൂടി ആയതോടെ നിഫ്റ്റി പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. 21,654 213 പോയിന്റ്സ് നേട്ടത്തിലായിരുന്നു നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. 21,675 എന്ന പുതിയ ഓൾ ടൈം ഹൈ ആണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. RSI ഒരു ബുള്ളിഷ് ക്രോസ് ഓവറാണ് കാണിക്കുന്നത്. തുടർച്ചയായ 3ാം ദിവസവും ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷൻ ആണ് എന്നത് ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് 22,000 എന്നത് ഒരു ക്രൂഷ്യൽ സോൺ തന്നെയാണ്. ഗ്ലോബൽ സ്യൂസും അതുപോലെ ബാങ്കിങ് ഇൻഡെക്സും സപ്പോർട്ട് കൂടി ആയാൽ നിഫ്റ്റി ആ ഒരു റേഞ്ച് അച്ചീവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്സൈഡിൽ 21,750 മുതൽ 21,800 വരെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുണ്ട്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 21,500 ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് ആവാനുള്ള സാധ്യതയുമുണ്ട്. 21,500 തുടർച്ചയായി ഹോൾഡ് ചെയ്ത് കഴിയുകയാണെങ്കിൽ 21,800 എന്നൊരു ലെവൽ
നിഫ്റ്റിക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,000 അതിനുശേഷം 21,800 അതിനുശേഷം 21,700 പുട്ട് സൈഡിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 21,500 അതിനുശേഷം 21,000 21,600 വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം 22,000 അപ്സൈഡിൽ ഒരു റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യതയുണ്ട്. 21,500 ഒരു സപ്പോർട്ട് ആവാനുള്ള സാധ്യതയുമുണ്ട്. ഡേ ക്യാൻഡിൽ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഒരു റൈസിംഗ് വിൻഡോ പാറ്റേൺ ആണ് ഫോം ആയത്. ഈ ക്യാൻഡിൽ സ്റ്റിക്ക് കാണിച്ചു തരുന്നത് ഒരു അപ്പ് മൂവ്മെന്റ് തുടരും എന്ന് തന്നെയാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 21,600 അവിടെ 525% വർധനമാണ് പുട്ട് സൈഡിൽ കാണുന്നത്. അതായത് ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 21% ഇടിവാണുള്ളത്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് അവിടെ നടക്കുന്നത്. 21,550 സ്ട്രൈക്കിൽ 737% വർധനമുണ്ട്. കോൾ സൈഡിലേക്ക് വന്നാൽ 1% ഇടിവിലാണ് അവിടെയുള്ളത്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് അവിടെ നടക്കുന്നത്. പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെയാണ്. അടുത്തത് 21,650 സ്ട്രൈക്കിൽ 748% വർധനമുണ്ട്. ഒരു ലോങ് ബിൽഡപ്പാണ് പുട്ട് സൈഡിൽ കാണുന്നത്. കോൾ സൈഡിലേക്ക് വന്നാൽ 26% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിച്ചാൽ പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് കൂടുതൽ സ്ട്രോങ് എന്ന് കാണാൻ കഴിയും. അടുത്തത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് 48,200 എന്ന ക്രൂഷ്യൽ ലെവലിന് മുകളിലായി ബാങ്ക് നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. 48,282 1.17% ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. അപ്സൈഡിൽ 48,500 മുതൽ 48,800 വരെ ഒരു ക്രൂഷ്യൽ സോൺ ആവാൻ സാധ്യതയുണ്ട്. സപ്പോർട്ട് വരുന്നത് 48,000 ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം കോൾ സൈഡിൽ 49,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 50,000 അതിനുശേഷം വരുന്ന സ്ട്രൈക്ക് 49,500 പുട്ട് സൈഡിലേക്ക് വന്നാൽ 47,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 48,000 അതിനുശേഷം 47,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം ഒരു റെസിസ്റ്റൻസിന് സാധ്യതയുള്ളത് 49,000 അതുപോലെ സപ്പോർട്ടിന് സാധ്യതയുള്ളത് 48,000 ഇന്ത്യ വിക്സിലേക്ക് ഇന്ത്യ വിക്സ് പുതിയ ഉയരങ്ങളിലെത്തി. 15.56 എന്ന നിലയിൽ 6% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. 2023 മാർച്ച് 20 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ത്യ വിക്സ് ഉള്ളത്. ഇനി മന്ത്ലി എക്സ്പയറി കൂടി വരുന്നത് കൊണ്ട് തന്നെ വലിയ വോളറ്റാലിറ്റിയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഇനി ഇന്ത്യ വിക്സിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്കായിട്ട് നമ്മൾ ഇന്ത്യ വിക്സിനെ കുറിച്ചുള്ള വീഡിയോ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. എല്ലാവരും കണ്ട് മനസ്സിലാക്കുക. ഈ നമ്മൾ ചെയ്യുന്ന ഡെയിലി മാർക്കറ്റ് ന്യൂസ് ധാരാളം സോഴ്സുകളിൽ നിന്ന് ധാരാളം വാർത്തകൾ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ധാരാളം എഫേർട്ട് ഉണ്ട് അതിന് പിന്നിൽ. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളിലേക്ക് ആദ്യം ടാറ്റ പവറുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് 186.1 ദശലക്ഷം രൂപയ്ക്ക് ബിക്കാനീർ 3 നീമ്രാന 2 ട്രാൻസ്മിഷൻ പദ്ധതികൾ ടാറ്റ പവർ 100% ഇക്വിറ്റി ഓഹരികൾ സ്വന്തമാക്കി എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. അടുത്തത് GE പവർ ഇന്ത്യ എന്ന കമ്പനിയെക്കുറിച്ചുള്ള വാർത്ത. കമ്പനിക്ക് NTPC ബൊക്കാറോ പവർ സപ്ലൈ കമ്പനികളിൽ നിന്ന് ഓർഡർ ലഭിച്ചു. 104.7 മില്യൺ കോടി രൂപയും 99.1 കോടി രൂപയുടെയും ഓർഡറാണ് ലഭിച്ചത്. മറ്റൊരു കമ്പനി കാനറ ബാങ്കാണ്. തങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഉപസ്ഥാപനമായ കാനറ റോബോക്കോ അസറ്റ് മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ പ്രഥമ പബ്ലിക് ഓഫറിലൂടെ ലിസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുന്നതിന് തത്വത്തിൽ അനുമതി ലഭിച്ചു എന്ന് കമ്പനി അറിയിച്ചു. അടുത്തത് സുസ്ലോൺ എനർജി. രാജസ്ഥാൻ GST വകുപ്പിൽ നിന്നും സുസ്ലോൺ എനർജിക്ക് 13.6 മില്യൺ രൂപയുടെ പിഴ ചുമത്തിയതായി കമ്പനിയിൽ നിന്നും വാർത്ത വന്നു. മറ്റൊരു കമ്പനിയെക്കുറിച്ചുള്ള വാർത്ത ആസാദ് എഞ്ചിനീയറിംഗ് ആണ്. എയറോസ്പേസ് കോമ്പോണൻസ് ആൻഡ് ടർബൈൻസ് മാനുഫാക്ചറിംഗ് കമ്പനിയായ ആസാദ് എഞ്ചിനീയറിംഗ് ഇന്ന് 28-ന് ഇക്വിറ്റി ഓഹരികൾ ലിസ്റ്റ് ചെയ്യും എന്നൊരു വാർത്ത. അടുത്തത് കോറമണ്ടൽ ഇന്റർനാഷണൽ. ഡിസംബർ 26-ന് രാത്രി വൈകി ചെന്നൈക്ക് സമീപത്തുള്ള എന്നൂരിലെ കോറമണ്ടൽ ഇന്റർനാഷണൽ പ്ലാന്റിൽ അമോണിയ ചോർന്നതിനെ തുടർന്ന് അതിന്റെ പ്രവർത്തനം തമിഴ്നാട് സർക്കാർ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നൊരു വാർത്ത. അടുത്തത് സൊമാറ്റോയിൽ നിന്നുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഉപഭോക്താക്കളിൽ നിന്ന് ശേഖരിച്ച ഡെലിവറി ചാർജുകൾക്ക് നികുതി അടയ്ക്കാത്തതിന് 402 കോടി രൂപയുടെ ഡിമാൻഡ് നോട്ടീസ് GST വകുപ്പിൽ നിന്നും ലഭിച്ചു എന്നൊരു നെഗറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ നാഷണൽ അലുമിനിയം, RBL ബാങ്ക് എന്നീ കമ്പനികളാണ്. എല്ലാ ദിവസവും രാവിലെ
നമ്മുടെ ഡെയിലി മാർക്കറ്റ് ന്യൂസ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം രാവിലെ 11 മണി മുതൽ 3:30 വരെ ലൈവും ഉണ്ടായിരിക്കും. ചില ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് ലൈവ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കാതിരുന്നത്. അത്തരത്തിൽ ലൈവ് ഇല്ലാത്ത ദിവസങ്ങളിലും നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം തന്നെ ട്രേഡ് ചെയ്യാം. അതിനായി ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ എഡ്യൂക്കേഷണൽ വ്യൂസും നമ്മൾ അവിടെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്പറിൽ മെസ്സേജ് അയച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്ത സ്വിംഗ് സ്റ്റോക്കുകളുടെ പെർഫോമൻസ് അനാലിസിസിലേക്കാണ് പോകുന്നത്. ആദ്യം സെൻസർ ടെക് ഡിസംബർ 20-നായിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്ന 624-ൽ 644 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. 3.2% സ്റ്റോക്ക് ഉയർന്നത്. അടുത്തത് ശാരദ കോർപ്പ് നവംബർ 24-നായിരുന്നു സ്റ്റോക്ക് പറയുന്നത്. 416 എന്ന നിലയിൽ സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുത്തു. 460 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. 10.5% സ്റ്റോക്കിൽ പ്രോഫിറ്റായി ലഭിച്ചത്. ഇന്നലെ വലിയ പ്രോഫിറ്റിലേക്ക് വന്ന മറ്റൊരു സ്റ്റോക്ക് ഗ്ലോബൽ വെക്ട്ര ഹെലികോർപ്പ് എന്ന സ്റ്റോക്കാണ്. നവംബർ 22-നായിരുന്നു സ്റ്റോക്കിൽ എൻട്രി എടുത്ത്. 102 എന്ന നിലയിൽ എൻട്രി എടുത്ത സ്റ്റോക്കിൽ ടാർഗറ്റ് നമുക്ക് വളരെ മുന്നേ തന്നെ അച്ചീവ് ചെയ്യാൻ സാധിച്ചു. ഇന്നലെ സ്റ്റോക്കിൽ നമുക്ക് ടാർഗറ്റിന് മുകളിൽ വലിയ പ്രോഫിറ്റിലേക്ക് പോയി. സ്റ്റോക്ക് ഇന്നലെ മാത്രം 20% ഉയർന്ന് അപ്പർ സർക്യൂട്ടിലാണ് ഉള്ളത്. 26% ഇതിനോടകം സ്റ്റോക്ക് അപ്പായിരിക്കുന്നത്. ധാരാളം സ്വിംഗ് സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മൾ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 2926 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. DIs ആവട്ടെ 192 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. ഇതോടെ 6 ദിവസത്തെ തുടർച്ചയായ സെല്ലിംഗ് FIS അവസാനിപ്പിച്ചു. അവർ ബൈയിങ്ങിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. പോസിറ്റീവായിട്ട് തന്നെ കാണാം. വെറും 2 ട്രേഡിംഗ് ദിവസങ്ങൾ മാത്രമേ നമുക്ക് മുന്നിൽ ഈ വർഷമുള്ളൂ. ഒരു ഇടിവിലേക്ക് പോകാതെ ഇന്നലെ US മാർക്കറ്റുകൾ പിടിച്ചു നിന്നു. ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ ഡൗ ജോൺസ് 0.07% ഉയർന്നു ക്ലോസ് ചെയ്തു. നാസ്ഡാക്ക് 0.02% ഉയർന്നപ്പോൾ S&P 500 സ്ലൈറ്റ്ലി ഒരു ചെറിയൊരു ഇടിവ് കണ്ടു. 0.04% ഇടിവിലാണ് ക്ലോസ് ചെയ്ത്. ഈ വർഷം വലിയ നേട്ടമുണ്ടാക്കിയത് നാസ്ഡാക്ക് ഇൻഡെക്സ് തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്രൈസും മെഗാ ക്യാപ് ടെക് സ്റ്റോക്കുകളുടെ മുന്നേറ്റവുമാണ് 2023-ൽ നാസ്ഡാക്കിന് തുണയായത്. 45% ഈ വർഷം 2023-ൽ മാത്രം നാസ്ഡാക്ക് നേട്ടമുണ്ടാക്കിയ തുടർച്ചയായ 9ാമത്തെ വിന്നിംഗ് വീക്കിലേക്കാണ് ഇപ്പോൾ US മാർക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ടെക് സൈഡ് സ്ട്രോങ് ക്ലോസിംഗ് തന്നെയായിരുന്നു. ഇന്നലെ വിപ്രോ 1% നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ ഇൻഫോസിസ് 0.92% ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.59% നേട്ടമുണ്ടാക്കി. HDFC ബാങ്ക് 0.45%, ആക്സിസ് ബാങ്ക് 0.94% ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. ഡോക്ടർ റെഡ്ഡി നല്ല റാലി കണ്ടു. 1.29% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചർ മാർക്കറ്റുകൾ ഡൗ ജോൺസ് 0.04% ഉയർന്നാണുള്ളത്. S&P 500 0.14% നേട്ടത്തിലും നാസ്ഡാക്ക് 0.19% ഉയർന്നുമാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ തിങ്കളും ചൊവ്വയും യൂറോപ്യൻ മാർക്കറ്റുകൾ ക്ലോസ്ഡ് ആയിരുന്നു. ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ച യൂറോപ്യൻ മാർക്കറ്റുകളിൽ UK മാർക്കറ്റ് FTSE 0.36% ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.04% നേട്ടത്തിലും ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.21% ഉയർന്നുമാണ് ക്ലോസ് ചെയ്യുന്നത്. പാൻ യൂറോപ്യൻ ഷെയർ 600 ഇൻഡെക്സ് 0.27% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. അവിടെ എനർജി ടെക്നോളജി സ്റ്റോക്കുകളാണ് ഇന്നലെ നേട്ടമുണ്ടാക്കിയത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.10% നേട്ടത്തിലാണ്. CAC 0.15% ഉയർന്നും FTSE 0.07% ഉയർന്നുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. ഹോങ്കോങ് മാർക്കറ്റ് 1.8%, ജപ്പാൻ മാർക്കറ്റ് 1%, ഷാങ്കായ് മാർക്കറ്റ് 0.5% എല്ലാം നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതിൽ തന്നെ ഹോങ്കോങ് മാർക്കറ്റും ചൈന മാർക്കറ്റും വലിയ നേട്ടമുണ്ടാക്കിയത് ഓൺലൈൻ ഗെയിമിംഗ് കമ്പനികൾ ഉയർന്നതോടെയാണ്. മറ്റൊരു കാര്യമുള്ളത് ഓസ്ട്രേലിയൻ മാർക്കറ്റ് ഇപ്പോൾ 2 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വരാം. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 21,571.50 എന്ന നിലയിലാണ്. 81 പോയിന്റ്സിന്റെ അപ്സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഈ സമയത്ത് ഒരു 70 പോയിന്റ്സിന്റെ ഗ്യാപ്പ് ഒക്കെയാണ് നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് 0.46% ഇടിവിലാണ്. കൊറിയൻ മാർക്കറ്റ് കോസ്പി 0.43% ഉയർന്നാണുള്ളത്. തായ്വാൻ മാർക്കറ്റ് 0.08% ഉയർന്നും.
ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ. റെഡ് സീയിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അവസാനിച്ചതോടെ കപ്പലുകൾ വീണ്ടും റെഡ് സീയിലേക്ക് തിരിച്ചെത്തുന്നു. ഇതോടെ ഇന്നലെ ഓയിൽ പ്രൈസുകൾ 2% ഇടിയുകയുണ്ടായി. ഇപ്പോൾ ബ്രന്റ് ഉള്ളത് $79.85 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.73% ഉയർന്നാണ് ബ്രന്റ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് 74.60 എന്ന നിലയിൽ 0.34% നേട്ടത്തിലാണ് ഉള്ളത്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളതെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.